സാന്നിധ്യമായി കൂടെ നിൽക്കുക എന്നുള്ളത്, ആഘോഷങ്ങൾ അസ്തമിച്ചിടന്ന് വീണ്ടും തുടങ്ങുവാനും, എല്ലാം നഷ്ടപ്പെട്ടത് തോന്നുമ്പോൾ നഷ്ടപ്പെട്ടിട്ടില്ല വീണ്ടും വന്നേ എന്ന് പറഞ്ഞ് കേറിപ്പോകാൻ പറ്റുമെന്ന് പറയുന്ന ഒരു സാന്നിധ്യമായി എന്നും കുടുംബങ്ങളായാലും ജീവിതത്തിലായാലും എവിടെയായിരുന്നാലും സമൂഹത്തിലായാലും ജോലിയുടെ ഏത് മേഖലകളിലായാലും ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്ന ഒറ്റപ്പെട്ട ഒരു മനുഷ്യനായി അല്ല, കൂട്ടമായിട്ട് കുടുംബമായിട്ട്. ഓരോ കുടുംബങ്ങളിൽ എത്രയോ മനുഷ്യർ ഒറ്റപ്പെട്ട് കുടുംബം എന്ന് പറയുമ്പോൾ കൂടി ജീവിക്കുമ്പോൾ പോലും ആ കൂട്ടത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനായിട്ടാണ്. അങ്ങനെയല്ല, അവനൊരു സാന്നിധ്യമായി എപ്പോഴും കൂടെ ഉണ്ടാകണമെന്ന് പരിശുദ്ധ കന്യാമറിയം സ്വന്തം ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നതും കർത്താവ് ജീവിതത്തിൽ പറഞ്ഞു വെച്ചതും പഠിപ്പിച്ചതും സുവിശേഷം ജീവിക്കുക, ഒരു നിറ സാന്നിധ്യമായിട്ട് എന്നും എല്ലാവരോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത്. അത് വാക്കുകൊണ്ട് പറയുന്നത് മാത്രമല്ല എന്നാണ്. വാക്കുകൊണ്ട് പറയുന്നത് മാത്രമല്ല, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് വാക്കുകൊണ്ട് പറയുന്നതല്ല. അത് അവന് തോന്നണം, അതല്ലെങ്കിൽ അവൾക്ക് തോന്നണം ഞാൻ അവന്റെ കൂടെയുണ്ട് എന്നുള്ളത്. പറയുന്നത് മാത്രമല്ല, അവൻ അത് ഫീൽ ചെയ്യണം. അങ്ങനെ പറ്റിയില്ല എങ്കിൽ ഞാൻ വെറുതെ പറയുന്നത് മാത്രമാണ്. വിശ്വപ്രസിദ്ധ എഴുത്തുകാരനായ ടോൾസ്റ്റോയ് ഒരുപക്ഷെ സ്നേഹത്തെ കുറിച്ച് ഏറ്റവും മനോഹരമായി പറഞ്ഞു വെച്ച വ്യക്തികളിൽ ഒരാളായിരിക്കാം ടോൾസ്റ്റോയ്. നല്ല കൃതികളാണ് സ്നേഹത്തെ കുറിച്ച് വാദോരാതെ പറഞ്ഞു വെച്ച് എഴുതി വെച്ചതൊക്കെ ഏറ്റവും മഹത്തരമായ കാര്യങ്ങളാണ്, വായിക്കാൻ ഏറ്റവും സുന്ദരം. വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നത് വരെ നിർത്താതെ വായിക്കും. അത്രമാത്രം സ്നേഹത്തെ കുറിച്ച് വാദോരാതെ എഴുതിയ ഒരു മനുഷ്യൻ. ടോൾസ്റ്റോയുടെ മരണശേഷം ഭാര്യ പറഞ്ഞതൊക്കെ ലോകത്തെ ഞെട്ടിക്കുന്ന വാർത്തകളായിരുന്നു. കാരണം ടോൾസ്റ്റോയുടെ മരണശേഷം ഭാര്യ പറയുക, ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിന്റെ ഒപ്പം ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാത്തൊരു മനുഷ്യൻ, ജീവിതത്തിൽ എന്റെ ആവശ്യകതകളിൽ ഒരിക്കൽ പോലും കൂടെ ആയിരുന്നിട്ടില്ലാത്ത മനുഷ്യൻ, എന്റെ ആവശ്യങ്ങളൊന്നും ഒരിക്കലും നിറവേറ്റി തന്നിട്ടില്ലായിരുന്ന ഒരു മനുഷ്യൻ എന്ന ഒരു ഭാര്യ പരിതപിക്കുമ്പോൾ സ്നേഹത്തെ കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചിട്ട് അവസാനം ജീവിതത്തിൽ ഒന്നുമല്ലാതായി പോകുന്ന ഒരു കാഴ്ചപ്പാട്. പറയുന്നതല്ല പ്രാവർത്തികമാക്കേണ്ടത്, ജീവിതത്തിൽ സുവിശേഷം ജീവിക്കുന്ന മനുഷ്യരാക്കുക എന്നുള്ളതാണ്. പറയുന്നത് പ്രാവർത്തികമാക്കാനും കൂടി പറ്റിയില്ല, ഞാൻ പറയുന്നതൊക്കെ വ്യക്തമാണ്. ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവർക്ക് തോന്നണം, മക്കൾക്ക് ഞാൻ തിരികെ വരുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം, അത് നൽകാനായിട്ട് നമുക്കൊക്കെ സാധിക്കണം. ഒരുപക്ഷെ ഈ പരിശുദ്ധ കുർബാനയിലായിരിക്കുമ്പോൾ ആരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ഈ ബലിയിൽ പങ്കുചേരുന്നതോടൊപ്പം ദൈവത്തിന്റെ കൃപയിൽ പങ്ക് കൊള്ളാനായിട്ട്, പങ്കെടുക്കാൻ, എൻ്റെ പങ്ക് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതായത് ദൈവത്തിന്റെ സാന്നിധ്യം എന്നിൽ നിറയുമ്പോൾ ദൈവത്തിന്റെ പങ്ക് ഞാൻ എടുക്കുന്ന മനുഷ്യനായിട്ട് മാറണം. ഇവിടെ നിന്ന് ഞാൻ എവിടെ പോയാലും ആ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. എന്താണ് ദൈവത്തിന്റെ പങ്ക്? ദൈവത്തിന്റെ പങ്ക് സ്നേഹം മാത്രമാണ്. ആ സ്നേഹം കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ വെറുതെ ഈ ഭൂമിയിൽ ഒരു ജീവൻ ജീവിച്ചു തീർക്കുന്ന ഒരു മനുഷ്യനാണ്, ആർക്കും പ്രയോജനമില്ലാതെ പോകുന്ന ഒരു മനുഷ്യൻ, വെറുതെ ചുരുട്ടി കളയുന്ന ഒരു പേപ്പർ പോലെ വീണ്ടും നിവർത്തിയെടുത്ത് അതിൽ എഴുതാൻ പറ്റുമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. ജീവിതവും ഒരുപക്ഷെ ഒന്ന് പൊടിതട്ടിയെടുത്താൽ പലപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒത്തിരിയേറെ നന്മകളുണ്ട്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന, സന്തോഷം നൽകാൻ പറ്റുന്ന, ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒത്തിരിയേറെ നന്മകൾ നമ്മളിലൂടെയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് എന്നും ഒരു നിറ സാന്നിധ്യമായിട്ട് ദൈവിക നന്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന നല്ല മനുഷ്യരാക്കി നമ്മൾ മാറണം.